ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് 31 ഡിസംബർ 2024 അങ്ങനെ 2024 ഒരു എൻഡിലേക്ക് വരാണ് അല്ലേ. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ആൻഡ് നാളെ ഫ്രഷ് ആയിട്ട് നമ്മുടെ ന്യൂ ഇയർ ആണ് 2025. ഇപ്പൊ 2024 പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്ന പോലെ അതങ്ങ് കഴിഞ്ഞു പോയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ മാത്രമല്ല, എനിക്കറിയാവുന്ന ഒരുപാട് പേര് അങ്ങനെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ബിസി ലൈഫിന്റെ ആവാം നമുക്കിങ്ങനെ പെട്ടെന്ന് ദിവസങ്ങൾ പോകുന്ന പോലെ തോന്നുന്നത്. 2024നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേഴ്സണലി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു. ധാരാളം നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, ധാരാളം ബാഡ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. And ഒരുപാട് കാര്യങ്ങൾ ലൈഫിലേക്ക് പഠിക്കാൻ പറ്റിയ ഒരു ഇയർ ആണ്. അത് 2024 ആണ് എനിക്ക് ഇത്രയും ഉള്ള ഒരു ലൈഫിൽ 29 ഇയേഴ്സിൽ എനിക്ക് ഏറ്റവും ലൈഫിലേക്ക് ലെസൺസ് പഠിച്ചിട്ടുള്ള ഒരു ഇയർ ആണ് 2024. എല്ലാവരെയും പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു. നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഒരാൾ സംസാരിച്ചാൽ അയാളെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാന്നുള്ള ഒരു ധാരണ എനിക്ക് എപ്പോഴും ഉള്ളെന്ന് വരെയായിരുന്നു. എന്നാൽ അത് അങ്ങനെ പാടില്ല എന്നുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസിലൂടെ പഠിച്ചൊരു ഇയർ ആണ് 2024. അതുപോലെ കൂടുതൽ കാര്യങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതും 2024ലാണ്. നമ്മൾ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ അത് വേറെ ഒന്നിലും കിട്ടില്ല. അപ്പൊ നമ്മൾ എപ്പോഴും മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ മാക്സിമം നമ്മൾ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള പല കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റി വെക്കാതെ, അതുപോലെ ബാക്കിയുള്ള ആളുകൾ എന്ത് ചിന്തിക്കുമെന്ന് കരുതി മാറ്റി വെക്കാതെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം മറ്റൊരാൾക്ക് ഹേർട്ട് ചെയ്യുന്ന കാര്യം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യം ചെയ്യുന്നതിൽ ഒരു മടിയും വേണ്ട. നമ്മളത് അപ്പൊ തന്നെ ചെയ്യുക. നമുക്ക് ആകെ ഒരു ലൈഫ് അല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾക്ക് കുറെ ഡ്രീംസ് ഉണ്ടാവും. എല്ലാ മനുഷ്യർക്കും കുറെ അധികം ഡ്രീംസ് ഉണ്ടാവും. സോ ഈ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യുന്നിടം വരെ ആരോടും അങ്ങ് ഷെയർ ചെയ്യാതിരിക്കുക. മാക്സിമം നമ്മൾക്ക് നമ്മളെ വീട്ടിൽ കുറച്ച് പേരുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് ചിലപ്പം ഷെയർ ചെയ്യേണ്ടതായിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ മാത്രം അവരോട് മാത്രം ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ആരോടും പറയാതിരിക്കുക അച്ചീവ് ചെയ്യുന്നിടം വരെ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് ഏറ്റവും ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരുപാട് ബുക്സ് വായിക്കാനും സ്പിരിച്വലി കുറെ അധികം, എനിക്ക് സ്പിരിച്വലി മുന്നോട്ട് പോകാൻ കുറെ അധികം ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പൊ അതിലേക്കായിട്ടും കുറെ അധികം വായിക്കാനും അറിയാനും അനുഭവിക്കാനും ഒക്കെ സാധിച്ചത് ഈ കഴിഞ്ഞ 2024ലാണ്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും 2024 ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഹാപ്പി മൊമെന്റ്സും ധാരാളം ഉണ്ടായിട്ടുണ്ട്, അതുപോലെ കുറെ സാഡ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. കാരണം അതെല്ലാം ഓരോ ലെസൺസ് ആണ് ലൈഫിൽ. നമ്മളിപ്പോ എത്രയൊക്കെ കാര്യങ്ങൾ മറ്റൊരാൾ പറഞ്ഞു തന്നാലും, ഇപ്പൊ മുതിർന്നവരായാലും നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും, നീ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അത്രയ്ക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവുക. അപ്പോഴാണ് നമ്മൾ ശരിക്കും പറയാൻ പാഠം പഠിക്കുക തന്നെ ചെയ്യുക അല്ലേ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ധാരാളം കിട്ടുന്നത്. എക്സ്പീരിയൻസ് ലെസൺസ് ആണല്ലോ ലൈഫിലേക്ക്. സോ അതിന് ഞാൻ പോസിറ്റീവായിട്ട് മാത്രം എടുക്കുകയാണ്. നാളെ 2025 ആണ്, ജനുവരി 1 ആണ്, ന്യൂ ഇയർ ആണ്. അപ്പൊ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ പറയും. പിന്നീട് ഞാൻ അങ്ങോട്ട് പറഞ്ഞതൊന്നും റെക്കോർഡായില്ല കേട്ടോ, അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതാണ് ലിപ്സിങ്ക് ഇല്ലാത്തത്. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇത് കാണുന്നത് കേട്ടോ. ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നതിൽ ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും പഠിച്ചു തുടങ്ങണം എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ന്യൂ ഇയറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോഴാണ് തോന്നുന്നതെങ്കിൽ ഈ മൊമെൻറ്റിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുക. അതിനകത്തേക്കുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ഈ മൊമെൻറ്റിൽ തന്നെ എടുക്കുക എന്നുള്ളതാണ്. സോ ഞാൻ അതിലാണ് ബിലീവ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് 2024നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും വിഷ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് നെക്സ്റ്റ് ഇയറിൽ കാണാം. ബൈ.